ജിബ്രീലേ താങ്കൾ വിളിക്കുക ജിബ്രീലേ. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ 24,000 പ്രാവശ്യം വഹീന്റെ മണിനാഥവുമായി പറന്നിറങ്ങിയ ജിബ്രീൽ അന്ന് ചെന്നുകൊണ്ട് പ്രവാചകനെ വിളിക്കുക. പ്രിയമുള്ളവരെ, അതാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ ചെന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ സമീപം ചെന്നുകൊണ്ട് വിളിക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ അനുമതിയോടുകൂടി എഴുന്നേൽക്കൂ പ്രവാചകരെ. പ്രിയമുള്ളവരെ പഠിച്ചോ. ഇതേതെങ്കിലും ചരിത്രമല്ല പെങ്ങളെ, ഇതേതെങ്കിലും കഥയല്ല പെങ്ങളെ, ഇതേതെങ്കിലും നാടകമല്ല പെങ്ങളെ, ഇതേതെങ്കിലും കാവ്യമല്ല പെങ്ങളെ. എന്റെ ഹബീബിന്റെയും നമ്മുടെയും നാളെ വരാനിരിക്കുന്ന നിമിഷങ്ങളാണ്, നാളെ വരാനിരിക്കുന്ന ഉറപ്പായിട്ടുള്ള നിമിഷങ്ങളാണ്. പ്രിയപ്പെട്ട പെങ്ങളെ, നെഞ്ചിരിക്കൊണ്ട് കേട്ടോ പ്രിയപ്പെട്ട ഉമ്മ. അങ്ങനെ അതാ പ്രവാചകനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് വിടുകയാണ്. അതിന്റെ പിറകെ ഉള്ളായ 4 പ്രവാചകന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം അതാ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്രാഫീലോട് പറയുകയാണ്, ഇസ്രാഫീലേ ഇസ്രാഫീൽ. പ്രിയമുള്ളവരെ, അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുകയാണ്. അങ്ങനെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറെന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോൾ മീകായിലോട് പറയും, മീകായിൽ മഴ പെയ്യൂ മീകായിൽ. പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും ശ്മശാന ഭൂമിയിലേക്ക്, നമ്മുടെ മാർഗത്തിലേക്കതാ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്യിക്കുമ്പോൾ ആ മഴത്തുള്ളി വന്ന് വീഴുകയാണ്. എങ്ങനെയുള്ള മഴത്തുള്ളി എന്നറിയുമോ? മനുഷ്യന്റെ ഇന്ദ്രിയ സമാനമായ മഴത്തുള്ളി വന്ന് വീഴുകയാണ്. എവിടെയാണ് വന്ന് വീഴുക എന്നറിയുമോ? മനുഷ്യന്റെ സർവ്വതം നശിച്ചു പോയില്ലേ, സർവ്വം ദ്രവിച്ചു പോയില്ലേ, കണ്ണില്ലല്ലേ, കാവില്ലല്ലേ, കരളില്ലല്ലേ, കൽവില്ലല്ലോ, കാലില്ലല്ലോ, കൈയില്ലല്ലോ, എല്ലാം നശിച്ചു പോയില്ലേ. എന്നാൽ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഒരവയവം നശിക്കുന്നില്ല. ഏതാണ് അവയവം അറിയുമോ? നമ്മുടെ മുതുകിന്റെ താഴ്ഭാഗത്ത്, നമ്മുടെ 2 പിൻഭാഗം, 2 പൃഷ്ഠങ്ങളുടെ ഇടയിലുള്ള എന്ന് പറയുന്ന ഒരു എല്ല്, ഒരു പേശി, ഒരു എല്ല്. ആ എല്ലിന് നാശം സംഭവിക്കുന്നില്ല ചെറുപ്പക്കാരാ. ആ എല്ലിലേക്ക് അതാ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം മഴ പെയ്യിക്കുമ്പോൾ മനുഷ്യന്റെ ഇന്ദ്രിയത്തിലേക്ക് സമാനമായ